ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കേൾക്കുന്ന ദൈവവചനം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവവചനത്തിന് ശക്തിയുണ്ട്, അതിന് ജീവനുണ്ട്, ചൈതന്യമുണ്ട്. ഒരു വേദഭാഗം തന്നെ നമ്മുടെ ആയുഷ്കാലത്ത് പല പ്രാവശ്യം നമ്മൾ കേൾക്കുമ്പോൾ, ഓരോ തവണ കേൾക്കുമ്പോഴും അതിന് ജീവനുണ്ട്, ചൈതന്യമുണ്ട്. ആദ്യമായിട്ട് കേൾക്കുന്നത് പോലൊരു അനുഭവം, നമ്മളുടെ ജീവിത സാഹചര്യങ്ങളോട് ദൈവം സംസാരിക്കുന്നത് പോലുള്ളൊരു അനുഭവം ഓരോ തവണ വചനം കേൾക്കുമ്പോഴും നമുക്കുണ്ടാകുന്നു. അത് വചനത്തിൻ്റെ ശക്തിയാണ്. പറയുന്ന ആൾക്ക് ശക്തിയൊന്നുമില്ല, പറയുന്ന ആളൊരു മനുഷ്യനാണ്, പക്ഷേ കേൾക്കുന്നത് വചനമാകുന്നത് കൊണ്ട് അതിന് ശക്തിയുണ്ട്. അപ്രകാരം തുടർന്ന് കേൾക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം, അതിന് ശക്തിയുണ്ട്. അതിന് ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം നടത്താൻ കഴിവുണ്ടെന്ന് വിശ്വസിക്കുക. ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്ന ഒരു വേദഭാഗത്തിലെ ഒരു വാക്കാണ് നിങ്ങളുമായിട്ട് പറയുന്നത്. ഹബക്കൂക്കിൻ്റെ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. ഒരുപക്ഷേ ഈ വാക്യം കേൾക്കാത്തവരായിട്ട് എൻ്റെ കേൾവിക്കാരിൽ ആരും തന്നെ ഉണ്ടായിരിക്കത്തില്ലെന്ന് ഞാൻ കരുതുകയാണ്. പല ആവർത്തി ദൈവവചനം ഷെയർ ചെയ്ത കൂട്ടത്തിൽ ഈ വാക്യത്തെ പരാമർശിച്ചിട്ടുണ്ട്. ഹബക്കൂക്കിൻ്റെ പ്രവചനം 2-ാം അധ്യായം 3-ാം വാക്യം. ആ വാക്യത്തിനകത്തൊരു പദമാണ് ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എഴുതി വെക്കേണ്ടത്, കൊത്തിവെക്കേണ്ട പദം. ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയില്ല. വാക്യത്തിനകത്തെ ഒരു പദമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്, അത് വരും നിശ്ചയം. എന്നോട് ചേർന്നൊന്ന് പറയാമോ? അത് വരും നിശ്ചയം. ഈ ഹബക്കൂക്കിൻ്റെ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മെ ധൈര്യപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന ഒരു വാക്യമാണ്. ആ വാക്യത്തിനകത്ത് തന്നെ പല കാര്യങ്ങൾ ഒരുപാട് സമയമെടുത്ത് നമുക്ക് പറയാനുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ മെസ്സേജിനകത്ത്, ഈ ചെറിയ സന്ദേശത്തിനകത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിയേണ്ട ഒരു പദം ഇതാണ്, അത് വരും നിശ്ചയം. പറഞ്ഞാട്ടെ, ദർശനം അത് പൂർത്തീകരണത്തിലേക്ക് എത്തും നിശ്ചയം, അത് വരും നിശ്ചയം. ഈ ഹബക്കൂക്കിൻ്റെ പ്രവചനത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, ഈ ദർശനം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ഈ അധ്യായത്തിൻ്റെ ബാക്കിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കും. ഇത് പ്രധാനമായും ബാബിലോണിൻ്റെ മേലുള്ള ദൈവിക ന്യായവിധിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദർശനത്തെക്കുറിച്ചാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അത് പിൽക്കാലത്ത് അത് നിവർത്തിയായതായിട്ട് നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രിയരെ, നോക്കിക്കേ, ആ ദർശനത്തിനൊരു പൂർത്തീകരണം വരും നിശ്ചയമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്. ഈ പ്രവചനത്തിന് ഏകദേശം 65 വർഷത്തിന് ശേഷമാണ് BC 539 ബാബിലോൺ തകർന്നു വീണത്. 65 വർഷം എന്നത് പ്രവചനത്തിലും ജാതികളുടെ ഉയർച്ചയിലും വീഴ്ചയിലും ഒരു ചെറിയ കാലഘട്ടമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ദൈവം ഒരു കാര്യം ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. ഒരു ദർശനം ദൈവം കാണിക്കുമ്പോൾ, ഒരു സ്വപ്നം ദൈവം കാണിക്കുമ്പോൾ അത് വെറുതെ കാണിക്കുകയല്ല, ഒരബദ്ധത്തിൽ കാണിക്കുകയല്ല, അത് നടപ്പിലാകാൻ വേണ്ടിയാണ്, നിവർത്തിയാകാൻ വേണ്ടിയാണ് ദൈവം അത് കാണിക്കുന്നത്. ഇവിടെ പറയുന്നു, ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു, ഒരവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കത്തില്ല. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മനിറവിൽ ഒരു ദൂത് കൈമാറാം. നിൻ്റെ ദർശനം വരും നിശ്ചയം, നിൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരം വരും നിശ്ചയം. നീ പ്രതീക്ഷിക്കുന്ന മറുപടി ദൈവസന്നിധിയിൽ നിന്ന് വരും
നിശ്ചയം. 100% ഉറപ്പോടെ, ധൈര്യത്തോടെ, പ്രത്യാശയോടെ, വിശ്വാസത്തോടെ ഈ വചനം ഞാൻ വിളിച്ചു പറയുന്നു. അത് വരും നിശ്ചയം. ആമേൻ. ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചിരുന്ന ആ മെസ്സേജ് കേൾക്കുന്നെങ്കിൽ പരസ്പരം കൈ കൊടുത്തിട്ടെന്ന് പറഞ്ഞ് അത് വരും നിശ്ചയം. അല്ല, ഒറ്റയ്ക്കിരുന്നാണ് ഈ മെസ്സേജ് കേൾക്കുന്നത്, കിച്ചണിലിരുന്നാണോ, വാഹനം ഓടിക്കുമ്പോഴാണോ, ബെഡ്റൂമിലിരുന്നാണോ, ലിവിങ് റൂമിൽ എവിടെ ഇരുന്ന് കേട്ടാലും പറഞ്ഞേ അത് നിങ്ങൾക്ക് തന്നെ കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിലെന്ന് പറഞ്ഞ് അത് വരും നിശ്ചയം. ആമേൻ. വളരെ പ്രത്യാശയോടെ ഇരിക്കുക. പ്രിയമുള്ളവരെ, അനേക വ്യക്തികൾ, ദൈവദാസന്മാർ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് കാത്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവരുടെ കാത്തിരിപ്പ് ഒന്നും വെറുതെ ആയില്ല. പല വ്യക്തികൾ പല സമയത്ത് പല സമയമാണ് കാത്തിരുന്നത്. ശരിയല്ലേ? നോഹയെക്കുറിച്ച് പറയും, ഏകദേശം 120 വർഷം താൻ കാത്തിരുന്നു ദൈവം പറഞ്ഞ കാര്യം നടപ്പിലാകാൻ. അബ്രഹാമിനെ സംബന്ധിച്ച് 25 വർഷം കാത്തിരുന്നു. യാക്കോബ് ഏകദേശം 20 വർഷം കാത്തിരുന്നല്ലേ. യോസഫ് 13 വർഷം കാത്തിരുന്നു. മോശയാകട്ടെ 40 വർഷം കാത്തിരുന്നു. ദാവീദ് 12 വർഷം കാത്തിരുന്നു. കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന 30 വയസ്സായി. 30 വർഷത്തെ കാത്തിരിപ്പ്. പക്ഷേ കാത്തിരിപ്പൊന്നും വെറുതെ ആയില്ല. അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരുന്നു. അത് വന്നു. അതുകൊണ്ട് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാം, അത് വരും കേട്ടോ, താമസിക്കത്തില്ല. അത് വൈകിയെന്ന് നിനക്ക് തോന്നിയാലും അതിനായിട്ട് കാത്തിരിക്കുക. അത് വരും നിശ്ചയം. നീ അതിനായിട്ട് കാത്തിരിക്കേ. യഹോവയെ കാത്തിരിക്കുന്നവർ മടുത്തു പോകുമെന്നല്ല, ക്ഷീണിച്ചു പോകുമെന്നല്ല, അവർ ശക്തിയെ പുതുക്കും. പ്രിയമുള്ളവരെ, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇങ്ങനെ വായിക്കുന്നത്: തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവൻ. എന്ന് പറഞ്ഞാൽ ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക് ദൈവം നല്ലവനാണ്. ദൈവം ഗുഡാ. നല്ലത് മാത്രമേ ദൈവത്തെ കാത്തിരിക്കുന്നവരെ തേടി വരത്തുള്ളൂ. ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയും ലജ്ജിച്ചു പോകത്തില്ല. ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക് യഹോവ നല്ലവനാ. 26-ാം വാക്യം: യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത്. അതേ പ്രിയരെ, പിറുപിറുപ്പില്ലാതെ, പരാതിയില്ലാതെ, ഒരു കംപ്ലൈൻറ്റുമില്ലാതെ മൗനമായി കാത്തിരിക്കുന്നതാണ് നല്ലത്. കാരണം നിൻ്റെ കാത്തിരിപ്പിന് ഒരു വിരാമമുണ്ട്. അത് വരും നിശ്ചയം. യെശയ്യാവിൻ്റെ പുസ്തകം 30-18 ഇങ്ങനെ വായിക്കുന്നത്: അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു, അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നു. യഹോവ ന്യായത്തിൻ്റെ ദൈവമല്ലോ, അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവന്മാർ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നൊരു മറുപടിക്കായി നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, വചനം പറയുന്നു, ദൈവത്തിനായിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. മീഖ 7:7: ഞാനോ യഹോവയിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. കണ്ടോ? ഞാനോ യഹോവയിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ, മടുത്തു പോകരുത്. പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. ദൈവസന്നിധിയിൽ ഒരിക്കലും മടുത്തു പോകരുത്. ഞാൻ യഹോവയിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനെ കാത്തിരിക്കുമെന്ന് പറ. അത് വൈകിയാലും ഞാൻ അതിനായി കാത്തിരിക്കുമെന്ന് പറ. അത് വൈകിയെന്ന് എനിക്ക് തോന്നിയാലും അത് സമയം തെറ്റത്തില്ലെന്ന് പറ. അത് വരും നിശ്ചയമെന്ന് പറ. മക്കളെ നോക്കിക്കൊണ്ട് പറ, അത് വരും കേട്ടോ. മക്കളെ, നിൻ്റെ വിടുതൽ വരും കേട്ടോ. ആമേൻ, ആമേൻ, ആമേൻ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം: യഹോവയായ ഞാൻ പ്രസ്താവിക്കാൻ ഇച്ഛിക്കുന്ന വചനം പ്രസ്താവിക്കും, അത് താമസിയാതെ നിവൃത്തിയാകും. ഹല്ലേലൂയ. അത് താമസിയാതെ നിവൃത്തിയാകും. പ്രിയമുള്ളവരെ, അത് വരും നിശ്ചയം. പ്രാർത്ഥനയുടെ മറുപടി വരും നിശ്ചയം. ഇത് ഒരുപക്ഷെ ഈ വാക്യത്തിനകത്ത് തന്നെ ആയിരക്കണക്കിന് മെസ്സേജ് ഒരുപക്ഷെ നമ്മൾ കേട്ടേക്കാം. പക്ഷെ വചനത്തിന് ശക്തിയുണ്ട്. ഈ പദം മനസ്സിൽ കുറിച്ചിട്ടോണം. അത് വരും നിശ്ചയം. ഭാരം വരുമ്പോൾ, നിരാശ വരുമ്പോൾ ഈ വചനം വിളിച്ച് പറയും, അത് വരും നിശ്ചയം. അത് വരും നിശ്ചയം, താമസിക്കത്തില്ല. അത് വരും നിശ്ചയം, താമസിക്കത്തില്ല. യെഹെസ്കേൽ 12:25: അത് താമസിയാതെ നിവർത്തിയാകും. അത് താമസിയാതെ നിവർത്തിയാകും. അതേ പ്രിയരെ, താമസിക്കാതെ തൻ്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ 1-ാമത്തെ വരവ് ദൈവത്തിൻ്റെ വചനത്തിലെ പ്രൊഫസിയായിരുന്നു. അത്
സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സമയമായപ്പോൾ അത് വെളിപ്പെട്ടു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ മടങ്ങി വരും ദൈവത്തിൻ്റെ വചനത്തിനകത്തെ പ്രൊഫസിയാണ്, അത് പ്രവചനമാണ്. ആ പ്രൊഫസി നടപ്പിലാകും, നിവൃത്തിയാകും. യേശു കർത്താവ് വരും നിശ്ചയം. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? എൻ്റെ കർത്താവ് മടങ്ങി വരുമെന്ന് പറയുമ്പോൾ എത്ര പേർക്ക് പ്രത്യാശമുണ്ട്? ലോക സംഭവങ്ങൾ, ഇന്നത്തെ പ്രകൃതി അവസ്ഥ, സാമ്പത്തിക അധപ്പതന രംഗമെല്ലാം വിളിച്ചറിയിക്കുന്ന ഒരൊറ്റ സംഭവം യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ്. ഈ മെസ്സേജ് പറയുന്ന കൂട്ടത്തിൽ ശക്തമായി ഞാൻ വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് നടക്കുക തന്നെ ചെയ്യും. ലോക സംഭവങ്ങളെല്ലാം അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നീ ഭാരപ്പെടരുത് കേട്ടോ, നിരാശപ്പെടരുത് കേട്ടോ. ദൈവത്തിൻ്റെ വചനത്തിലെ വള്ളിയോ പുള്ളിയോ മാറിപ്പോകത്തില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. അത് താമസിയാതെ നിവർത്തിയാകും. അത് വരും നിശ്ചയം, താമസിക്കുകയില്ല. ആവർത്തിക്കുന്നു, അത് വരും നിശ്ചയം, താമസിക്കില്ല. എനിക്കറിയാം ഈ മെസ്സേജ് കേൾക്കുന്ന താങ്കൾ ധൈര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭാരങ്ങൾ, വലിയ കല്ലുപോലുള്ള ഭാരങ്ങൾ വചനമാകുന്ന ചുറ്റി ഉപയോഗിച്ച് അത് ചിതറി മാറുകയാണ്. തീയിങ്കൽ മെഴുകുരുകി മാറുന്നതുപോലെ, സൂര്യപ്രകാശത്തിങ്കൽ മഞ്ഞ് ഉരുകി മാറുന്നതുപോലെ നിൻ്റെ ഭാരം ഉരുകി മാറുക. ഒരു പ്രത്യാശ, ഒരു ധൈര്യ വചനത്തിലൂടെ കിട്ടുക. അത് വരും നിശ്ചയം, താമസിക്കുകയില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, താമസിക്കത്തില്ല. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒരു പ്രായമുള്ള മനുഷ്യൻ ശിമിയോൻ ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനാണ്. പരിശുദ്ധാത്മാവിൻ്റെ മേലുണ്ടായിരുന്നു. 26-ാം വാക്യത്തിൽ ലൂക്കോസ് 2:26 പറയുന്നു, കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ലെന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായി. ഒരു ദൂത് കേട്ടു, മരിക്കത്തില്ല. എപ്പോഴാണ്? കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പ് മരിക്കത്തില്ല. പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാടുണ്ടായത്. പരിശുദ്ധാത്മാവുള്ള മനുഷ്യന് പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാട് കിട്ടി. ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെല്ലുക. ഒരു നിയോഗത്തിൽ, ഒരു ഗൈഡൻസിൽ ആ ദൈവാലയത്തിൽ ചെന്നേ. അവിടെ ചെന്നപ്പം യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടുവന്നു. നോക്കിക്കേ, ഒരു ദൂത് കേട്ടു, ക്രിസ്തുവിനെ കണ്ടിട്ടേ മരിക്കത്തുള്ളൂ. ക്രിസ്തുവിന് വേണ്ടി, മശീഷയ്ക്ക് വേണ്ടി എത്ര നാളെ യഹൂദന്മാർ കാത്തിരിക്കുന്നതല്ലേ. ആളുകളൊക്കെ ഒരുപക്ഷെ പരിഹസിച്ച് കണ്ടേക്കാം, കളിയാക്കിയേക്കാം. പക്ഷേ തനിക്കൊരു ഉറപ്പുണ്ട്, കർത്താവിൻ്റെ ക്രിസ്തുവിനെ കണ്ടിട്ടേ ഞാൻ മരിക്കത്തുള്ളൂ. മരിക്കത്തില്ല. ഞാൻ മരിക്കണമെങ്കിൽ ക്രിസ്തുവിനെ കാണണം. ഞാൻ എത്ര പ്രായം ചെന്നാലും, എത്ര രോഗം എൻ്റെ മുന്നിൽ വന്നാലും, എൻ്റെ സമകാലികരായ വ്യക്തികൾ കാലയവനികൾക്കപ്പുറത്ത് മറഞ്ഞാലും ഞാൻ മരിക്കത്തില്ല. ഞാൻ മരിക്കണമെങ്കിൽ ക്രിസ്തുവിനെ കാണണം. അതേ പ്രിയരെ, നിൻ്റെ വാഗ്ദത്തം കണ്ടിട്ടേ നീ മരിക്കത്തുള്ളൂ. ആമേൻ. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, താമസിക്കത്തില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, താമസിക്കത്തില്ല. ശിമയോൻ എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ കാത്തിരുന്നു, ദൈവപ്രവൃത്തി കണ്ടു. അതുകൊണ്ടല്ലേ 2 കൊരിന്ത്യർ ലേഖനം 1-ന്റെ 20, 21, 22 വാക്യങ്ങൾ വായിക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണേ, ഓർപ്പിക്കുക വാക്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. ധൈര്യപ്പെടുക, എന്നോട് ചേർന്നെന്ന് പറയാവൂ. ദൈവത്തിൻ്റെ, ഉച്ചത്തിൽ പറ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വമുണ്ടാകുമാറ് അവനിൽ ആമേൻ എന്ന് തന്നെ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ദൈവം നിവർത്തിക്കും. അതല്ലേ യോശുവയുടെ പുസ്തകം 21:45 വായിച്ചേ, യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായതെന്ന്. അതാ പറയുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ഊവെന്നാണെന്ന്. ഇസ്രായേൽ ഗൃഹത്തോട് പറഞ്ഞ ഒന്നും വൃഥാവായില്ല. നിന്നോട്, നിൻ്റെ കുടുംബത്തോട്, നിൻ്റെ തലമുറയോട്, നിൻ്റെ സഭയോട്, നിൻ്റെ വിശ്വാസികളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഒന്നും വൃഥാവാകത്തില്ല. ഒന്നും വൃഥാവ്. കരങ്ങൾ ഉയർത്തിയെന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഒന്നും വൃഥാവായി പോകത്തില്ല. എന്നെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ ദേശത്തെക്കുറിച്ച്, എൻ്റെ മിനിസ്ട്രിയെക്കുറിച്ച്, എൻ്റെ തലമുറയെക്കുറിച്ചുള്ള ഒരു വാഗ്ദത്തങ്ങളും വൃഥാവായി പോകത്തില്ല. സകലതും നിവർത്തിയാകും. 2 കൊരിന്ത്യർ ലേഖനം 1:20 നമ്മൾ വായിച്ചു, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവന് ഊവെന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകണം അവനിൽ ആമേൻ എന്ന് തന്നെ. അടുത്ത വാക്യം കേട്ടോണേ, 21-ാം വാക്യം. ഞങ്ങളെ നിങ്ങളോടുകൂടെ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും
ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. പ്രിയരെ, ഞാൻ ഈ പറയുന്ന വചനങ്ങൾ പരിശുദ്ധാത്മ നിറവിലാണ്. ദൈവത്തിൻ്റെ വചനമെഴുതിയത് പരിശുദ്ധാത്മാവിലാണ്. നിങ്ങൾ കേൾക്കുന്നത് ആത്മാവിലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ അന്യഭാഷകളിൽ ദൈവത്തെ സംസാരിക്കുന്നത് വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ഈ വചനം ക്രിയ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ സജീവമാണ്. അതുതന്നെ ഒരു അടയാളമാണ്. വാഗ്ദത്തം ദൈവം പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം കൊടുക്കുന്നതായി അപ്പോസ്തലപ്രവൃത്തി ആദ്യ അധ്യായങ്ങളിൽ കാണുന്നു. വാഗ്ദത്തം നമുക്കും നമ്മുടെ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതാണ്. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തത്തിനായി അവർ കാത്തിരുന്നു. അത് വന്നു. വാഗ്ദത്തത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുക, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന ആചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. പ്രിയരെ, പരിശുദ്ധാത്മ നിറവ് നമുക്ക് ലഭിച്ചെങ്കിൽ എത്രയോ ശ്രേഷ്ഠമാണ്. എത്ര പണം കൊടുത്താലും ലഭിക്കാത്ത അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ് ആത്മനിറവിലുള്ള ജീവിതം. അതുകൊണ്ട് ക്ഷീണിച്ചു പോകരുത് കേട്ടോ, ഭാരപ്പെട്ടു പോകരുത്. ഇപ്പോഴുള്ള സാഹചര്യം കണ്ട് നിരാശപ്പെടരുത്. എടുത്തു വെച്ച സ്റ്റെപ്പ് മുൻപോട്ട് തന്നെ വെക്കുക. മനുഷ്യൻ പറയുന്ന, വ്യക്തികൾ പറയുന്ന, അഭിഷേകമില്ലാത്ത ആളുകൾ പറയുന്ന, അവിശ്വാസികൾ പറയുന്ന വാക്ക് കേട്ട് നീ ഭാരപ്പെടരുത്. വിളിച്ചു പറ. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും, നിശ്ചയം താമസിക്കത്തില്ല. അത് വരും, നിശ്ചയം താമസിക്കത്തില്ല. അത് വരും, നിശ്ചയം താമസിക്കത്തില്ല. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഓരോ ദിവസവും വചനം തന്ന് ഞങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവത്തിന് നന്ദി പറയും. ഇസ്രായേൽ മക്കളെ മരുഭൂയാത്രയിൽ മന്ന കൊടുത്ത് ഭക്ഷിപ്പിച്ച ദൈവമേ, ഈ മരുഭൂയാത്രയിലും അങ്ങയുടെ വചനം അയച്ച് ഞങ്ങളെ സഹായിക്കുന്നതിന് നന്ദി പറയുന്നു. ലോകരാജ്യങ്ങളിലിരുന്നുകൊണ്ട് ശബ്ദം കേട്ട ആയിരക്കണക്കിന് ആളുകളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അത് വൈകിയാലും അതിനായി കാത്തിരിപ്പാൻ, അത് വരും, നിശ്ചയം താമസിക്കത്തില്ല എന്നല്ലോ ദൈവത്തിൻ്റെ വചനം. ഈ കേട്ട വചനം മുഴുവൻ ഈ വ്യക്തികളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വ്യാപരിക്കട്ടെ. അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങ് വരും, നിശ്ചയം താമസിക്കത്തില്ല. അങ്ങയുടെ വരവിൽ ഞങ്ങളെ ചേർക്കുന്നതിന് നന്ദി പറയുന്നു. ഈ യാത്രയിൽ, ഈ മരുയാത്രയിൽ അങ്ങ് ഞങ്ങളോട് പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങൾക്കായി സ്തോത്രം. ഒന്നും വൃഥാവാകാതെ, ഒന്നും നിഷ്ഫലമാകാതെ സകലതും നിവൃത്തിയാകുമല്ലോ. ഒരുമിച്ച് അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ.